ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിപ്പോൾ ഇസ്രായേലിനെയും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം തുടങ്ങുന്ന ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖാംനെയി ആയിരുന്നു. ആ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തു. പക്ഷേ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഭരണമാറ്റമാണ്, റെജീം ചേഞ്ച് ആണ്. അത് എത്ര എളുപ്പത്തിൽ സാധ്യമായ ഒന്നാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ. പ്രത്യേകിച്ചും ഇറാഖും ലിബിയയും തീർത്ത പോലെ തീർക്കാവുന്ന ഒരു മണ്ണല്ല ഇറാൻ എന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. ഇപ്പോൾ ഭരണമാറ്റം തന്നെയാണെങ്കിൽ കൂടിയും അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ല. അതിനിടയിൽ ഇന്നലെ തന്നെ ആക്രമണം തുടങ്ങിയ രണ്ടാമത്തെ ദിവസം തന്നെ ട്രംപ് പറയുകയാണ്, ഒരു ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധമായ വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഒമാൻ വിദേശകാര്യ മന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ആക്രമണം തുടങ്ങുന്ന അതിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. ഇതിന്റെ തുടക്കത്തിൽ തന്നെ കേൾക്കുകയാണ്, ഒരു ചർച്ചയുടെ വാതിൽ തുറന്നിട്ട വിവരമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. അപ്പോൾ ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചു കഴിഞ്ഞു, അതിനപ്പുറത്തേക്കുള്ള ഒരു ടാർഗറ്റ് ഭരണമാറ്റം എന്നത് അത് പ്രാക്ടിക്കലായ ഒന്നല്ല എന്ന ബോധ്യം അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. അതോ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന ഒരു 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 നിശ്ചയദാർഢ്യം, ആ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനത്തിന്റെ സൂചനകളാണോ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇപ്പോഴത്തെ ആക്രമണങ്ങളിൽ കാണാൻ കഴിയുന്നത് അങ്ങേക്ക്? നിശ്ചയദാർഢ്യം രണ്ടു ഭാഗത്തും ഒരുപോലെ കാണുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ താല്പര്യ പൂർത്തീകരണത്തിന് വേണ്ടി അമേരിക്കയുടെ മുന്നിൽ വരുന്ന 3 ടാർഗറ്റുകളാണ്. ഒന്ന് ഇമ്മീഡിയറ്റ് ടാർഗറ്റാണ്, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആയത്തുള്ള അലി ഖമേനി എന്ന വ്യക്തി ഒരു സോളിഡിറ്റി നൽകുന്ന ഒരു സംവിധാനമാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഒരു സോളിഡിറ്റി നൽകുന്ന ഒരു ആധ്യാത്മിക ആചാര്യൻ, പരമോന്നത നേതാവ്, അദ്ദേഹം വധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഫോഴ്സിന്റെ ഇറാനിയൻ സംവിധാനത്തിന്റെ മൊറാൽ, ആത്മവീര്യം കുറച്ചുകൊണ്ടുവരാൻ ഒരു യുദ്ധത്തിന്റെ വലിയൊരു തന്ത്രമാണല്ലോ ആത്മവീര്യം കുറയ്ക്കുക എന്നത്. ആ ഒരു കാര്യത്തിൽ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഗോൾഡൻ അവേർഡ്സ് ഓഫ് ദ വാർ തുടങ്ങിയത് തന്നെ ഖൊമൈനിയുടെ താവളത്തിന് നേരെ അല്ലെങ്കിൽ 48 പേരോളം ഉന്നതമായ എണ്ണം പറഞ്ഞ ഇറാനിയൻ നേതാക്കൾ, IRGCയുടെ തലപ്പത്തുള്ളവർ, IRGCയുടെ ചെയർപേഴ്സൺ, അതുപോലെ സൈന്യത്തിന്റെ ചുമതലയുള്ള ഉന്നത കമാൻഡർമാർ, ഇവരെല്ലാം തന്നെ ഒറ്റയടിക്ക് 48 ജീവനുകളാണ് പൊലിഞ്ഞു വീണത്, ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെ. അങ്ങനെയെങ്കിൽ ആദ്യ റൗണ്ട് അമേരിക്ക ഗംഭീരമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ടാർഗറ്റ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ജിങ്കോയിസം മാത്രമേ ആകുന്നുള്ളൂ. ഒരു ഇന്റർമീഡിയറ്റ് ടാർഗറ്റ് ഉണ്ട്. അതായത് ഘട്ടം ഘട്ടമായി ഇറാന്റെ കേപ്പബിലിറ്റീസ്, അതിൽ പ്രധാനപ്പെട്ടത് ആണവ കേപ്പബിലിറ്റീസ് ആണ്. ആണവ കേപ്പബിലിറ്റീസ് ഡിസ്മാന്റിൽ ചെയ്യപ്പെടണമെങ്കിൽ അതിന് സിസ്റ്റമാറ്റിക് ഒരു അറ്റാക്ക് ഉണ്ടാകണം. അത് ആണവ വികിരണത്തെ കുറിച്ച് ഇപ്പൊ 7 മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വലിയ സ്തോഭജനകമായ ഒരു റിപ്പോർട്ട്, അൺകൺഫേം റിപ്പോർട്ടുകളാണ്. ഒരു ആണവ നിലയത്തിൽ നിന്നും, നഥാൻസിലെ ആണവ നിലയത്തിൽ നിന്നും ആണവ ഇന്ധന ചോർച്ചയുണ്ടായതായും ചെറിയ രീതിയിലുള്ള വികിരണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സ്ഥിരീകരണങ്ങളില്ല. ഏതെങ്കിലും കാരണവശാൽ അമേരിക്കൻ ആക്രമണം സംഭവിക്കുകയും വൻതോതിലുള്ള ആണവ വികിരണം ഉണ്ടാവുകയും ചെയ്താൽ ആ രാവും അതിനുത്തരം പറയേണ്ടത് ആണവ സമ്പുഷ്ടീകരണം നടത്തിയ ഇറാനാണോ, ആ ഒരു സൈറ്റിൽ ആക്രമണം നടത്തിയ അമേരിക്കയും ഇസ്രായേലുമാണോ, അതിന് ലോകത്തോട് ഉത്തരം പറയേണ്ടത് ആര് എന്ന ന്യായമായ ചോദ്യം ഉണ്ടാകണം. അതുകൊണ്ട് ഒരു ഇന്റർമീഡിയറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ടാസ്ക് അല്ലെങ്കിൽ ഗോൾ, ടാർഗറ്റ് എന്ന നിലയിൽ അച്ചീവ് ചെയ്യേണ്ടത് മിസൈൽ ശേഖരം തകർക്കുക എന്നാണ്. ഭാഗികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസവും വലിയ ആക്രമണങ്ങളാണ് നടന്നത്. ഇറാന്റെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് B2 ബോംബേഴ്സ് കാര്യമായ ബോംബിംഗ് നടത്തി. അപ്പൊ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അച്ചീവബിൾ ആണ്. പക്ഷെ മൂന്നാമത്തെ ടാർഗറ്റ് ആണ് ആത്യന്തികമായ പെർമനന്റ് എവർലാസ്റ്റിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് റെജീം ചേഞ്ച് ആണ്. റെജീം ചേഞ്ച് വേണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ആണവ കരാറിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചത്? യഥാർത്ഥത്തിൽ ഇറാൻ എല്ലാ കൺസെഷൻസും ചെയ്യാൻ തയ്യാറായിരുന്നു. ആണവ ചർച്ച ഏതാണ്ട് ക്രിയാത്മകമായി മുന്നോട്ട് പോവുകയാണ്. അബ്ബാസ് അറാക്ചിയുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ആണവ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറായിരുന്നു. സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെച്ചില്ല എങ്കിൽ പോലും അതിന്റെ തോത് നിശ്ചയിച്ചുകൊണ്ട് ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം 2015 3.6% സമ്പുഷ്ടീകരണമാണ് അനുവദനീയമായിരുന്നത്. IAEA ഒഫീഷ്യൽസ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് വേണ്ടി തങ്ങളുടെ നിലയങ്ങൾ വിട്ടുകൊടുക്കാം, ഇതെല്ലാം പറയാൻ സാധിച്ചു ഇറാനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതുകൊണ്ട് ആണവ വിഷയം മാത്രമായിരുന്നില്ല അൾട്ടിമേറ്റ് ആയ അമേരിക്കയുടെ ടാർഗറ്റ്. അത് റെജീം ചേഞ്ച് ആണ്. റെജീം എന്ന് പറയുമ്പോൾ ആയത്തുള്ള അലി ഖമേനി മാറുന്നു എന്നതുകൊണ്ട് മാത്രം ഇറാനിയൻ സംവിധാനം മാറുന്നില്ല.
അവിടെ IRGC ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഘടനാപരമായ സവിശേഷതകളുണ്ട്, 88 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കൗൺസിലുണ്ട്. അതാണ് അടുത്ത ആയത്തുള്ളയെ തെരഞ്ഞെടുക്കേണ്ടത്, അടുത്ത പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത്. ഈ ഘടനകളെല്ലാം ഇന്റാക്ട് ആയി നിൽക്കുമ്പോൾ ആ ഘടനകളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഈ പുച്ച് കൊണ്ട് സാധിക്കുമോ? സൈനിക നടപടിയിലൂടെ മാത്രം, അതും ഏറിയൽ ബോംബാർഡ്മെന്റിലൂടെ മാത്രം ഘടനകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ അവിടെയാണ് ചാരപ്രവർത്തനത്തിന്റെ, അമേരിക്കയുടെ ചാരപ്രവർത്തനത്തിന്റെ, CIA-യുടെയും ഇസ്രയേലിന്റെ മൊസദിന്റെയും ഒക്കെ ചാരക്കണ്ണുകൾ പതിയുന്നത് അവിടെയാണ്. ഇറാൻ ഉള്ളിൽ തന്നെ ഒരു പ്രതിഷേധം രൂപപ്പെടുന്നത് മുതലാക്കിയെടുക്കുകയും ഒരു പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷം വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയും, ജനകീയ പ്രക്ഷോഭം. അതോടൊപ്പം തന്നെ സമാന്തരമായി IRGC-യുടെ അകത്തളങ്ങളിൽ ഉൾപ്പെടെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ചാരന്മാരായി ഉപയോഗിക്കുക. അങ്ങനെയാണ് എക്കാലത്തും ഇറാന്റെ ഉന്നത ശാസ്ത്രജ്ഞന്മാരെ, ആണവ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ വധിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഉരുത്തിരിയുന്ന ഒരു സാഹചര്യത്തിൽ അതിനുള്ളിൽ നിന്ന് തന്നെ ഒരു അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന ഒരു ഭരണമാറ്റം, അത് വെനിസ്വേലയിൽ സംഭവിച്ചതിന് സമാനമായ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു കൊട്ടാര അട്ടിമറി, അത് സംഭവിക്കുമോ എന്നതാകാം അമേരിക്ക നോക്കുന്നത്. അല്ലാതെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഭരണകൂടത്തെ, ഒരു വ്യക്തിയെ, അത് ഷായുടെ മകനാണെങ്കിൽ പോലും, റിസ പഹ്ലവി ആണെങ്കിൽ പോലും അടിച്ചേൽപ്പിച്ചാൽ അഭിമാനബോധമുള്ള ഇറാൻ ജനത അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം അക്കാദമികം മാത്രമാണ്. ഇത് വർക്കൗട്ട് ചെയ്ത് വരണമെങ്കിൽ ഇറാന്റെ ഘടനാപരമായ സംവിധാനത്തിൽ വൻ വിള്ളലുകൾ വീഴണം. അതുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി അധികാരമാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു ഖുമൈനിക്ക് പകരം അടുത്തൊരു ഖുമൈനി, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് പകരം അടുത്തൊരു പ്രസിഡന്റ്, ഒരു IRGC ചീഫിന് പകരം മറ്റൊരാൾ. ആ രീതിയിൽ പ്ലാൻ ABCD എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനികൾ നിൽക്കുമ്പോൾ അടിയും തിരിച്ചടിയുമായി കുറെ ഏറെ നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഭരണമാറ്റം എന്ന പരമമായ ലക്ഷ്യം, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പരമമായ ലക്ഷ്യം എളുപ്പത്തിൽ സാധിക്കാവുന്ന അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാവുന്ന ഒന്നല്ല. അങ്ങനെയെങ്കിൽ യുദ്ധം എത്ര കാലം നീണ്ടുപോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി വരുന്നുണ്ട്. ഒമാൻ തീരത്തൊരു എണ്ണക്കപ്പൽ ഇറാൻ ആക്രമിച്ചിരുന്നു. ആ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണം 31 ആയിട്ടുണ്ട്. ഏകദേശം 600-നടുത്തേക്ക് എത്തുകയാണ്. ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ തുടർന്നുണ്ടായ മരണസംഖ്യ 600-ലേക്ക് അടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു.